9th സ്റ്റാൻഡേർഡിലെ ബോയന്റ് ഫോഴ്സ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്ന 5th ചാപ്റ്റർ ആണ് നമ്മൾ ക്വിക്ക് റിവിഷനിലൂടെ നോക്കുന്നത്. മക്കളെ, വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അത്രയും ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പം അത് പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത്രയും സിമ്പിൾ ആണ്. അപ്പം ബോയന്റ് ഫോഴ്സ് എന്താണെന്നാണ് ആദ്യം തന്നെ പഠിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു മൂടി അടപ്പെടുത്തിട്ട് അത് വെള്ളത്തിലേക്ക് മുക്കുവാണെങ്കിൽ അത് മേലോട്ടേക്ക് പൊങ്ങി വരുന്നത് പോലെ നമുക്ക് തോന്നില്ല. അതിനെ അമർത്തി അതിലേക്ക് വെള്ളത്തിലേക്ക് താഴ്ത്താൻ ശ്രമിക്കുന്നതോറും അത് മുകളിലോട്ടേക്ക് വരുന്നത് പോലെ തോന്നുന്നതോ ഒരു ഫോഴ്സ് മേലോട്ടേക്ക് അതിനെ കൊണ്ടുവരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരിക്കലെങ്കിലും അതൊക്കെ ചെയ്ത് നോക്കാം, അപ്പൊ അത് മനസ്സിലാവും. അപ്പം അത് തന്നെയാണ് ബോയന്റ് ഫോഴ്സ് മക്കളെ, അല്ലാണ്ട് പുതിയതായിട്ട് ഒരു കോൺസെപ്റ്റ് അല്ല. അപ്പം ലെങ്തി എക്സ്പ്ലനേഷനിലോട്ടൊന്നും പോകുന്നില്ല, പക്ഷെ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പൊ ബോയന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു അപ്വേർഡ് ഫോഴ്സ് ആണ്. എപ്പോഴാണ് ഈ അപ്വേർഡ് ഫോഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്? വെൻ എൻ ഒബ്ജക്റ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ്. ഒരു ലിക്വിഡില് എന്ത് ചെയ്യുന്നു മക്കളെ, ഒരു ഒബ്ജക്റ്റ് ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരു അപ്വേർഡ് ഫോഴ്സ് ആ ഒബ്ജക്റ്റിന്റെ മേലെ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഇമ്മേഴ്സ് ചെയ്യാൻ ഉപയോഗിച്ച ആ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ ഒബ്ജക്റ്റിന്റെ മേലെ ഒരു അപ്വേർഡ് ഫോഴ്സ്, മുകളിലോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. ആ ഫോഴ്സിനെ എന്ത് പറയുന്നത്? സിമ്പിൾ ആയിട്ട് ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിനൊരൊറ്റ ഫോർമുലയുള്ളൂ, ബോയന്റ് ഫോഴ്സ് W1 മൈനസ് W2. വളരെ സിമ്പിൾ അല്ലേ? എത്ര സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ. W1 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ എയർ, W2 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ ലിക്വിഡ്. ഇത് രണ്ടും തന്നാൽ എളുപ്പത്തിൽ നമുക്ക് ബോയന്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇവിടുന്ന് വരാറുള്ളത്. ഇനി നമ്മൾ അടുത്തത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ പഠിക്കുന്നത്. ആർക്കിമിഡീസിന്റെ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ പഠിക്കുന്നത്. അപ്പം ഇതിലെന്താ പറയുന്നത്? ജസ്റ്റ് എന്താ പറയുന്നത് നോക്കിയാൽ മതി. ഒബ്ജക്റ്റ് എന്താണ്? ഒരു ഒബ്ജക്റ്റ് പാർഷ്യലിയോ കംപ്ലീറ്റ്ലിയോ ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുവാണെങ്കിൽ, മുങ്ങിയിരിക്കുവാണെങ്കിൽ അവിടെയുള്ള ബോയന്റ് ഫോഴ്സ്, അവിടെ ആക്ട് ചെയ്യുന്ന ബോയന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിനെ ഈക്വൽ ആയിരിക്കും എന്നാ പറയുന്നത്? അവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള വാട്ടറിന് ഈക്വൽ ആയിരിക്കും. ഫ്ലൂയിഡ്, വാട്ടർ ഓർ ഗ്യാസ്, അതിന്റെ രണ്ടിനും കൂടി ചേർന്നിട്ട് നമ്മൾ പറയുന്നത് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞത്. വാട്ടറിനെയും ലിക്വിഡിനെയും അതുപോലെ ഗേഷ്യസ് സ്റ്റേറ്റും ചേർന്നാൽ എന്തായി മക്കളെ? ഫ്ലൂയിഡ് സ്റ്റേറ്റ് ആയി അല്ലെ? അപ്പൊ ഈ ഫ്ലൂയിഡ് സ്റ്റേറ്റിലുള്ള ആ സബ്സ്റ്റൻസിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഇമ്മേഴ്സ് ചെയ്യുകയാണെങ്കിൽ, മുക്കി വെക്കുകയാണെങ്കിൽ, അതിൽ എന്താണ് പാർഷ്യലിയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടോ മുഴുവനായോ ഭാഗികമായോ നമ്മൾ അതിനെ മുക്കി വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ താഴ്ത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിന് അല്ലെങ്കിൽ ഫ്ലൂയിഡിന് ഈക്വൽ ആയിരിക്കും. അപ്പം ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താ മക്കളെ? വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. ഈ ഒരു കേസിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ നമ്മൾ എന്താ പറയുന്നത്? ആ ഡിസ്പ്ലേസ് ചെയ്ത വാട്ടർ അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ലിക്വിഡ് എന്താണ്? അതാണ് ബോയന്റ് ഫോഴ്സ്. അപ്പൊ ആർക്കിമിഡീസ് എന്താണ്? ബാത്തബിൽ കുളിക്കാൻ പോയ കഥയൊക്കെ ഓർത്താൽ നിങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്ന് കിട്ടും അല്ലെ? പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. എന്താ ഫ്ലോട്ടേഷന്റെ പ്രിൻസിപ്പിൾ? സിമ്പിൾ ആണ്. എന്താ ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്? വെൻ എൻ ഒബ്ജക്ട് ഫ്ലോട്ട്സ് ഇൻ എ ലിക്വിഡ്, ഒരു ലിക്വിഡിൽ ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? യെസ്, ലിക്വിഡ് ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ള ലിക്വിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും എന്താണ് മക്കളെ? ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പം ബാത്ടബിലേക്ക് കുളിക്കാൻ ഇറങ്ങുമ്പോൾ നിറച്ചും വെള്ളം എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മക്കളെ? ആ വെള്ളം പുറത്തേക്ക് പോകും അല്ലെ? ആ കവിയുന്ന വെള്ളത്തിന്റെ അളവാണ് നമ്മളുടെ വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ്, നമ്മളുടെ വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു ഗ്ലാസ്സിൽ നിറച്ചും വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് കോയിനോ കല്ലോ എടുത്തിട്ട് കുറച്ച് വെള്ളം പുറത്തേക്ക് പോകും. ആ പുറത്തു പോയ വെള്ളത്തിന്റെ വെയിറ്റ് ആണ് എന്തെന്ന്? ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റ്. അപ്പൊ അത് തന്നെയാണ് വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ഈക്വൽ ആണ് എന്തെന്ന്? വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ്. എന്താണ് എക്സാമ്പിൾ? നമ്മൾക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ബോട്ട് ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ. നമ്മൾ തുടക്കുന്നത് തന്നെ അതൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, അതാണ് എക്സാമിന് വരിക. ഇവിടെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബോട്ട് ഡിസ്പ്ലേ ചെയ്തത് 6000 കിലോഗ്രാം ഓഫ് വാട്ടർ ആണെങ്കിൽ എന്താണ് അതിന്റെ വെയിറ്റ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി വരും. അപ്പൊ ഇവിടെ ഇക്വേഷൻ എന്തേ വേണ്ട മക്കളെ? 6000 mg ആണ് വേണ്ടത്. അപ്പൊ g എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി എന്താണ്? 9.8 ആണ്. അങ്ങനെയാണെങ്കിൽ 6000 × 9.8 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആ ഒരു ആൻസർ കിട്ടും. ഇതിങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസേ വരുന്നുള്ളൂ, വേറെ കൂടുതലൊന്നുമില്ല. പിന്നെ എന്താണ്? ലോസ് ഓഫ് വെയിറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ എന്താണ് മക്കളെ? വെയിറ്റ് ഇൻ എയറും വെയിറ്റ് ഇൻ വാട്ടറും തന്നിട്ടുണ്ടെങ്കിൽ W1 മൈനസ് W2 ചെയ്യുക. അപ്പം അത് രണ്ടും മൈനസ് ചെയ്ത് നമുക്ക് ലോസ് ഓഫ് വെയിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഈ ഒരു കേസിൽ രണ്ടും മൈനസ് ചെയ്തിട്ട് 0.14 കിലോഗ്രാം എന്താണ് വെയിറ്റ് ഒക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുപോലെ ബോയന്റ് ഫോഴ്സ് ഉണ്ട്, വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്, ഇതൊക്കെ സെയിം ആണ്. എല്ലാത്തിനും എന്താണ്? W1 മൈനസ് W2 ആണ്. പിന്നെ അടുത്ത ഒരു കോൺസെപ്റ്റ് ആണ് റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഡെൻസിറ്റി പറയുന്നത്. ഇവിടെ എന്തിന്റെ ഡെൻസിറ്റി ആയിട്ടാണ് പറയുന്നത്?
വാട്ടറിന്റെ ഡെൻസിറ്റി ആയിട്ടാണ് മറ്റുള്ള സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി പറയുന്നത്. അതിനെയാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണെന്ന് പഠിച്ചു നോക്കുക. 1000 kg/m³ ആണ് മക്കളെ. 1000 kg/m³ ആണ്. കാരണം ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എന്തായാലും വരുന്നതാണ്. പിന്നെ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല മക്കളെ, യൂണിറ്റ് ഇല്ല. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കെറോസിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. ഡെൻസിറ്റി ഓഫ് കെറോസിൻ ആണ് 810 kg/m³ ആണ്. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എത്രയായിരിക്കും? ഈ 810ന് 1000, വാട്ടറിന്റെ എത്രയാണ്? 1000 ആണ്. അപ്പൊ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.81 കിട്ടുമോ? എന്തെങ്കിലും യൂണിറ്റ് വേണം? വേണ്ട. 0.81 മാത്രമേ എഴുതിയാൽ മതി. അവിടെ യൂണിറ്റ് ഒന്നും കൊണ്ടുപോയി എഴുതരുത്. കാരണം റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല, യൂണിറ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ 2 ഇൻസ്ട്രുമെന്റ്സും കൂടി പഠിച്ചാൽ ഈ ഒരു ചാപ്റ്ററായി. ഹൈഡ്രോമീറ്ററും ലാക്ടോമീറ്ററും. ഹൈഡ്രോമീറ്റർ എന്തിനു ഉപയോഗിക്കുന്നത്? ലിക്വിഡ്സിന്റെ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ എന്ത് ഇൻസ്ട്രുമെന്റ് ആണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് പറയുന്നതാണ് ഹൈഡ്രോമീറ്റർ. എന്നാലും നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇപ്പം മിൽക്കിന്റെ പ്യൂരിറ്റി കണ്ടുപിടിക്കാൻ, മിൽക്കിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ചോദിച്ചാൽ ഇതാണ് ലാക്ടോമീറ്റർ ആണ്. എന്താണ് ലാക്ടോമീറ്റർ? മിൽക്ക് ലാക്ടോമീറ്റർ. ഏത് ലിക്വിഡിന്റെ ആണെങ്കിലും ഹൈഡ്രോമീറ്റർ. അപ്പം അത് ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ലാക്ടോമീറ്ററും ഒരു ഹൈഡ്രോമീറ്റർ തന്നെയാണ്. പക്ഷെ ലാക്ടോമീറ്റർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മിൽക്കിന്റെ പ്യൂരിറ്റി, മിൽക്കിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ സൂപ്പറായിട്ട് നമുക്കൊന്ന് ക്വിക്ക് റിവൈസ് ചെയ്താൽ എന്താണ് മക്കളെ ബോയൻ ഫോഴ്സ് എന്ന് പറയുന്നത്? ബോയൻ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? W1 - W2 ആണ്. അല്ലെങ്കിൽ വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്താണ്? W1 - W2 ആണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ബോയൻ ഫോഴ്സ് എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞത്? ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആണെന്നുള്ളത്. ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ് ചെയ്തതാണ്. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല മക്കളെ? യൂണിറ്റ് ഇല്ല. ഹൈഡ്രോമീറ്റർ ലിക്വിഡിന്റെ ഡെൻസിറ്റി മെഷർ ചെയ്യാനാണെങ്കിൽ ലാക്ടോമീറ്റർ മിൽക്കിന്റെ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ബോയൻ ഫോഴ്സിൽ പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് മക്കളെ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബോയൻസിയിൽ വരിക. മക്കളെ, അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ബോയൻസിയിലുള്ളത്. അതായത് ഫ്രഷ് വാട്ടറിൽ എഗ് സിങ്ക് ആവുന്നു, എന്നാൽ സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടറിൽ എഗ് ഫ്ലോട്ട് ചെയ്യുന്നു. കാരണം എന്താ? ഫ്രഷ് വാട്ടറിന് എന്താ മക്കളെ? ലോവർ ഡെൻസിറ്റി ആണ്. അപ്പം ബോയൻ ഫോഴ്സ് ഓൺ ദി എഗ് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും. കാരണം ലോവർ ഡെൻസിറ്റി അല്ലേ ഉള്ളൂ. അപ്പം ചെറിയ ബോയൻ ഫോഴ്സ് അല്ലേ വേണ്ട, മുകളിലോട്ടുള്ള ഫോഴ്സ് കുറവുണ്ടാവും. അപ്പൊ എന്താണ്? എഗ് എന്ത് ചെയ്യും? മുങ്ങിപ്പോവുക ചെയ്യുന്നത്. എന്നാൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോൾട്ട് വാട്ടറിന് ഹയർ ഡെൻസിറ്റിയാണ്. അപ്പം ബോയൻ ഫോഴ്സ് എന്ത് ചെയ്യും മക്കളെ? കൂടും. ബോയൻ ഫോഴ്സ് കൂടുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? എഗ് ഫ്ലോട്ട് ചെയ്യും. രണ്ടാമത്തെയാണ് മക്കളെ, ആസ് എ ഷിപ്പ് മൂവ്സ് ഫ്രം ഫ്രഷ് വാട്ടർ ലേക്ക് ടു സീ ഇറ്റ് റൈസസ് ഫർദർ. സെയിം ആണ് ഇവിടെ. സീ വാട്ടറിന് എന്താണ് മക്കളെ? എന്താണ് ഫ്രഷ് വാട്ടറിന് സീ വാട്ടറിലോട്ട് പോകുമ്പോൾ ഷിപ്പ് കുറച്ചും കൂടി ഉയർന്നതായി കാണപ്പെടുന്നു. എന്തുകൊണ്ടാണ്? അതായത് വാട്ടർ ലെവലിൽ കുറച്ചും കൂടി പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണും. കാരണം സീ വാട്ടർ എന്താണ്? ഡെൻസർ ആണ് ഫ്രഷ് വാട്ടറിനെയും കാട്ടി അല്ലെ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ കൂടുതൽ ബോയൻ ഫോഴ്സ് വേണം സീ വാട്ടറിൽ അല്ലെ. കൂടുതൽ ബോയൻ ഫോഴ്സ് ഉണ്ടെങ്കിലേ കാര്യം നടക്കും. അപ്പം അവിടെ എന്ത് ചെയ്യും? ലെസ് വാട്ടറെ ഡിസ്പ്ലേസ് ആവുന്നുള്ളൂ അല്ലെ. ഡിസ്പ്ലേസ് ആവുന്ന വാട്ടറിന്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉയരത്തിലായിരിക്കും എന്ത് കാണാൻ വേണ്ടി പറ്റുക? നമുക്ക് ഷിപ്പ് ഫ്രഷ് വാട്ടറിന് സീയിലോട്ട് വരുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നോ വൺ കംപ്ലീറ്റ്ലി ഡ്രോൺസ് ഇൻ ദി ഡെഡ് സീ. ഇത് സെയിം കാര്യമാണ്. നമുക്കറിയാം എന്താണ് ഡെഡ് സീയിൽ എന്താണ്? ഡിസോൾവ്ഡ് സാൾട്ട് ആണ്, ഹൈ ഡെൻസിറ്റി ആണ്. അപ്പൊ ഈ 3 കാര്യത്തിലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഡെൻസിറ്റി ആണ് കേട്ടോ. അപ്പൊ ഡെൻസിറ്റി കൂടിയ സാധനത്തിൽ നമുക്കറിയാം മുങ്ങിപ്പോവില്ല, പെട്ടെന്ന് മുങ്ങിപ്പോവില്ല. അവിടെ ബോയൻ ഫോഴ്സ് എന്തേ വേണ്ടു മക്കളെ? എന്താണ് സെയിം വോളിയത്തിലാണ് ബോയൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുക. പക്ഷെ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് കാര്യം മാത്രമേ ഡിസ്പ്ലേസ്ഡ് ആവുന്നുള്ളൂ. ഒബ്ജക്റ്റിന്റെ അതിനനുസരിച്ചിട്ട് കുറച്ച് മാത്രമേ ഡിസ്പ്ലേസ്ഡ് ആവുന്നുള്ളൂ, വാട്ടർ ആണെങ്കിലും എന്താണെങ്കിലും. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ നമുക്ക് ഓരോ കേസിലും ഡിഫറെന്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അത് കൃത്യമായി പഠിച്ചു വെക്കണം. അപ്പം എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി തന്നെയാണ്. ഈ 3 കേസിലും ഇവിടെ ഹൈ ഡെൻസിറ്റിയാണ് കാരണം. അതിപ്പോ ഫ്രഷ് വാട്ടറിന് സീയിലേക്ക് പോകുമ്പോൾ സീയിൽ എന്താണ്? ഡെൻസിറ്റിയാണ് കാരണം. ഡെഡ് സീയിൽ എന്താണ്? ഡെൻസിറ്റി തന്നെയാണ് കാരണം. സാച്ചുറേറ്റഡ് ആയിട്ടുള്ള മക്കളെ പറഞ്ഞത് സാൾട്ട് വാട്ടറിനും ഡെൻസിറ്റിയാണ് കാരണം. അപ്പൊ ഈ 3 ഒരേ കേസാണെന്നുള്ളത് മനസ്സിലാക്കുക. ഹയർ ഡെൻസിറ്റി എന്ന് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും നിങ്ങൾക്ക് മക്കളെ. അപ്പൊ ഓക്കെ, അപ്പൊ ഇത് കൂടുതൽ പഠിക്കാം. അപ്പം ബോയൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയിൽ വെരി ലാർജ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ചാവ് കടലില്, അതായത് ഡെഡ് സീയിൽ കിടക്കുന്ന അവരിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കളിക്കുകയുള്ളൂ, മുങ്ങിപ്പോവില്ല. അപ്പൊ പിക്ചറൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടതാണ്
ഏത് സബ്സ്റ്റൻസിന്റെ ആണെങ്കിലും റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെൻസിറ്റി തരും. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, ആ തന്ന ഡെൻസിറ്റി ഇപ്പൊ ഇവിടെ 8900 ആണെങ്കിൽ അതിനെ എന്തുകൊണ്ട് ചെയ്താൽ മതി, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ റിലേറ്റീവ് ഡെൻസിറ്റി കിട്ടും. അത് ഡിവൈഡ് ചെയ്യാൻ അറിയണം, കൃത്യമായിട്ട് ചെയ്യുക, തെറ്റാതെ തന്നെ ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് മെർക്കുറി കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മെർക്കുറി തന്നിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിച്ചൂടെ. അതിന്റെ ഡെൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ റിലേറ്റീവ് ഡെൻസിറ്റി അല്ല, ഡെൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മക്കളെ, റിലേറ്റീവ് ഡെൻസിറ്റിന് ഡെൻസിറ്റി ഓഫ് വാട്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി എഴുതുക, അത് ശ്രദ്ധിക്കുക, അത് മാറിപ്പോകരുത്. ഓക്കെ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാൻ നോക്കുക. 13.6 into 1000 ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ 0 ഒന്നും വിട്ടുപോകാതെ തന്നെ എഴുതുക. ഓക്കെ. അടുത്ത എക്സസൈസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒബ്ജക്റ്റിന്റെ വെയിറ്റ്സ് തന്നിട്ടുണ്ട്. 0.2 കിലോ വെയിറ്റും പിന്നെ എന്താണ് മക്കളെ 0.19 ആണ് വാട്ടറിലുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം, ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ കണ്ടുപിടിക്കണം, ബോയന്റ് ഫോഴ്സും കണ്ടുപിടിക്കണം. എന്താണ് ഇക്വേഷൻ, W1 മൈനസ് W2 ആണ്. അപ്പൊ സെയിം ആൻസർ ആണ് രണ്ട് കേസിലും വരും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവിടെ 0.01 0.01 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് മറന്നു പോകരുത്, സെയിം ആണ്. ഓക്കെ. ഇനി ഈ ഒരു ബോയന്റ് ഫോഴ്സിലെ ചാപ്റ്ററിന്റെ ഒരു കോർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് മനസ്സിലാക്കണം, ഇമ്പോർട്ടന്റ് ആണ്. കോപ്പർ സ്ഫിയറും അയൺ സ്ഫിയറും എടുത്തിട്ടുണ്ട്. സെയിം ഡയമീറ്റർ ആണ്. അത് രണ്ടിനെയും ഇമേഴ്സ് ചെയ്യുന്നത് വെള്ളത്തിലാണ്. അപ്പൊ കോപ്പർ ആണ്, രണ്ട് മെറ്റീരിയൽ ആണ്, കോപ്പറും അയണും. പക്ഷെ രണ്ട് സ്ഫിയറിന്റെ ഷേപ്പിലാണ്. രണ്ടിന്റെയും ഡയമീറ്റർ എന്താണ്, സെയിം ആണ്. അത് രണ്ടും വെള്ളത്തിൽ മുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ബോയന്റ് ഫോഴ്സ് സെയിം ആയിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. എന്തായിരിക്കും, നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഒന്ന് കോപ്പറാണ് ഒന്ന് അയണാണ്, അപ്പം ഡിഫറെന്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. കാരണം ചിലപ്പോൾ അയണിന് കുറച്ചും കൂടി നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പൊ അതിനെ കുറച്ചും കൂടി പൊങ്ങി നിർത്താൻ വേണ്ടി കുറച്ചും കൂടി ബോയന്റ് ഫോഴ്സ്, അപ്വേർഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കേണ്ടത്? അല്ല. ഇവിടെ നമ്മൾ പഠിച്ച ബോയന്റ് ഫോഴ്സിന്റെ പ്രിൻസിപ്പിൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മക്കളെ, വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്, എത്രമാത്രം വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. അല്ലാണ്ട് മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടല്ല, എന്ത് മെറ്റീരിയലിനെ കൊണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ളതിനെ വെച്ചിട്ടല്ല. പക്ഷെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്ര വാട്ടർ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അതെന്തിനാ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഡയമീറ്റർ ആണ്. അപ്പൊ നമ്മളിവിടെ ഡയമീറ്റർ എന്ന് പറയാൻ വേണ്ടി കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ രണ്ടിന്റെ ഷേപ്പ് ഇവിടെ സ്ഫിയർ ആണ്. അപ്പൊ രണ്ടിനും സെയിം ഡയമീറ്റർ ആണ്. സെയിം ഡയമീറ്റർ ആകുമ്പോൾ രണ്ട് സ്ഫിയറിനും എന്തായിരിക്കും മക്കളെ, സെയിം വോളിയം ആയിരിക്കും. അപ്പം ഡിസ്പ്ലേസ് ചെയ്ത അതേ എമൗണ്ട് തന്നെ ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യുക. കാരണം ഇതിപ്പം കോപ്പർ സ്ഫിയർ ആണെങ്കിലും എന്താണ് മക്കളെ, അയൺ സ്ഫിയർ ആണെങ്കിലും സെയിം വോളിയാണ് രണ്ടിനുള്ളത്. അപ്പം സെയിം വോളിയം ആയതുകൊണ്ട് തന്നെ സെയിം എമൗണ്ട് ഓഫ് വാട്ടർ ആണ് ഡിസ്പ്ലേസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ബോയന്റ് ഫോഴ്സും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇതാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഒരു കാര്യമാണ്. ഓക്കെ. അടുത്തത് മക്കളെ റീസൺ ഫോർ ദി സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് എക്സസൈസിൽ. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വരും. ഹീലിയം ബലൂൺ റൈസ് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ബലൂൺ ഡൗൺ ആയിട്ട് പോകുന്നു, താഴത്തേക്ക് വരുന്നു. കാരണം എന്താ, ഹീലിയമാണ് ഡെൻസർ. അത് റൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വേണം എന്താണ്, ഹീലിയം എന്താണ്, ഹീലിയം ബലൂൺ നമ്മൾ പറപ്പിച്ച് കളിക്കാറുണ്ട് അല്ലെ. ഹീലിയം ലെസ് ഡെൻസർ ദാൻ എയർ ആണ്. അതുകൊണ്ടാണ് അത് വേഗം പറന്നു പോകുന്നത്. നമ്മളത് വിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പറന്നു പോകും. അപ്പൊ ഹീലിയം എന്താണ്, ലെസ് ഡെൻസർ ആണ്. സോ ദി ബോയന്റ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് വെയിറ്റ്. അപ്പം വെയിറ്റിനെയും കാട്ടി കൂടുതലാണ് ഇവിടെയുള്ള ബോയന്റ് ഫോഴ്സ്. അപ്പം ബോയന്റ് ഫോഴ്സ് കൂടുതലായിരിക്കും ഇവിടെ. അപ്പം അത് ഹീലിയം ബലൂൺ വേഗം തന്നെ പറന്നു പോകും. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെയല്ല. അതെന്താണ്, എയറിനെയും കാട്ടി ഡെൻസർ ആണ് മക്കളെ. അതായത് എയറിനെയും കാട്ടി കൂടുതൽ ഡെൻസിറ്റി ആണ് ആർക്കുള്ളത്, കാർബൺ ഡൈ ഓക്സൈഡിനുള്ളത്. എന്നാൽ എയറിനെയും കാട്ടി കുറച്ച് ഡെൻസിറ്റി എന്തിനുള്ളൂ, ഹീലിയം ബലൂണിനുള്ളൂ. അപ്പൊ മനസ്സിലായല്ലോ. അപ്പം ഇവിടെ എന്താണ്, ബോയന്റ് ഫോഴ്സും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന് എന്ന് പറയുന്നത് അത് താഴത്തേക്ക് പോകുക ചെയ്യുക, ബലൂണുകൾ താഴത്തേക്ക് വീഴുക ചെയ്യുക വേഗം. പക്ഷെ ഹീലിയത്തിന് എന്താ മക്കളെ, ലെസ് ഡെൻസർ ആയതുകൊണ്ട് തന്നെ അത് മുകളിലോട്ട് പറന്നു പോവുക ചെയ്യുക. അപ്പം അത്ര എഴുതിയാൽ മതി, കൂടുതലൊന്നും എഴുതിയില്ലെങ്കിലും ലെസ് ഡെൻസറും ഹൈ ഡെൻസറിനും കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് മക്കളെ, എ ഷിപ്പ് പ്ലഞ്ചസ് ലെസ് ഇൻ വാട്ടർ വെൻ വെയിറ്റ് ഈസ് അൺലോഡഡ്. വെയിറ്റ് അൺലോഡ് ചെയ്യുന്ന സമയത്ത് ഷിപ്പ് എന്ത് ചെയ്യുന്നത്, ലെസ് ആയിട്ട് മാത്രമേ പ്ലഞ്ച് ചെയ്യുന്നുള്ളൂ, അതായത് മുങ്ങിപ്പോകുന്നുള്ളൂ വെള്ളത്തിൽ. കാരണം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. വെൻ ദി വെയിറ്റ് ഈസ് അൺലോഡിങ്,
വെയിറ്റ് എടുത്ത് മാറ്റുന്നു. ഷിപ്പിൽ നിറയെ വെയിറ്റ് ഉണ്ട്, കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വെയിറ്റ് ഒക്കെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ഷിപ്പ് എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുക, കുറയാണ് ചെയ്യുക? കുറയും, ഡിക്രീസ് ചെയ്യും. അപ്പൊ ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് ബോയിൻ ഫോഴ്സ് അല്ലേ അതിന് അപ്വേർഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വേണ്ടു അല്ലെ? കുറച്ച് ബോയിൻ ഫോഴ്സ് അവിടെ വേണ്ടു. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ലെസ് വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ പ്ലങ്സ് ലെസ് ആണെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറും ലെസ് ആയിരിക്കും, ബോയിൻ ഫോഴ്സും കുറച്ചേ വേണ്ടു. അപ്പം അതാണ് അതിന്റെ ഒരു റീസൺ. അപ്പം അതും കൂടി ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ ലൈഫ് ജാക്കറ്റ് നമ്മളിപ്പോ ബോട്ട് യാത്രയൊക്കെ ചെയ്യുമ്പോൾ ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്. എന്തുകൊണ്ടാണ് ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണെന്ന് പറയുന്നത്? അങ്ങനെ ഇല്ലാണ്ടിരുന്നൂടെ? അങ്ങനെ പറയരുത്. ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്. കാരണം എന്താ മക്കളെ, ലൈഫ് ജാക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മള് വെയിറ്റ് കൂട്ടാനല്ല ചെയ്യുന്നത്, അത് മനസ്സിലാക്കണം. വെയിറ്റ് കൂട്ടിയാൽ നമ്മൾ മുങ്ങിപ്പോവുക ചെയ്യുക. പക്ഷെ ഇവിടെ വെയിറ്റ് കൂട്ടാനല്ല, നമ്മളുടെ വോളിയം, പേഴ്സന്റെ വോളിയം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു എന്നാണ് എന്തെന്ന് ലൈഫ് ജാക്കറ്റ്. അപ്പം നമ്മൾ ഈ ലൈഫ് ജാക്കറ്റ് വെച്ചിട്ട് നമ്മൾ അതിട്ട് വെള്ളത്തിൽ ഇറങ്ങുവാണെങ്കിൽ മോർ വോളിയം ഉണ്ടാവും. അപ്പം ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറും കൂടും. അപ്പം കൂടുതൽ ബോയിൻ ഫോഴ്സ് ഉണ്ടാകും. അത് നമ്മൾ കുറച്ചും കൂടി പൊങ്ങിക്കിടക്കാൻ, വെള്ളത്തിന്റെ മേലെ പൊങ്ങിക്കിടക്കാൻ അതുവഴി ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും എന്താണ് കാര്യം എന്നറിയുന്നില്ല. അപ്പോൾ ലൈഫ് ജാക്കറ്റും ബോയിൻ ഫോഴ്സും കാരണം എന്ത് ബന്ധാന്നുള്ളതെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പം മുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ദിസ് ഹെൽപ്പ് ദി പേഴ്സൺ ഫ്ലോട്ട് ആൻഡ് പ്രിവെന്റ്സ് ഡ്രോണിങ്. മുങ്ങിപ്പോകുന്നത് പ്രിവെന്റ് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാനാണ് ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്നത്. ലൈഫ് ജാക്കറ്റ് യൂസ് ചെയ്യുമ്പോൾ വോളിയം കൂടും, വെയിറ്റ് അല്ല. അതും കൂടി മനസ്സിലാക്കുക. പിന്നെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇതൊക്കെ സെയിം ആണ്. എന്താണേലും അതിനെയൊക്കെ തന്നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി കിട്ടും. പിന്നെ മക്കളെ, ഒരു ഫിഗർ ഉണ്ട് ഇവിടെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ നോക്കാം. അപ്പം ഇതാണ് ഫിഗർ മക്കളെ. അപ്പൊ ഈ ഒരു ഫിഗറിൽ ഇല്ലൂസ്ട്രേഷനിൽ എയറിലും അതുപോലെ തന്നെ ലിക്വിഡിലുമായിട്ട് ഒബ്ജക്റ്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഡിഫറെന്റ് വേസിൽ യൂസിങ് സ്പ്രിംഗ് ബാലൻസ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി റീസൺ ഫോർ ദി ഡിഫറൻസ് ഇൻ ബോയിൻ ഫോഴ്സ് ഇൻ ഫിഗർ 2 and 3? 2 and 3 നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അവിടെ ബോയിൻ ഫോഴ്സ് ഡിഫറെന്റ് ആണ്. കാരണം എന്താ, രണ്ടാമത്തെ ഫിഗറിൽ കുറച്ച് മാത്രമാണ് ആ ഒരു ഒബ്ജക്റ്റിനെ മുക്കിയിട്ടുള്ളത്. അപ്പം വോളിയം കുറച്ച് മാത്രമേ അതിൽ വരുന്നുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ചും കൂടി ഫുൾ ആയിട്ടുള്ള ഒരു വോളിയം തന്നെ വരുന്നുണ്ട്. സോ ബോയിൻ ഫോഴ്സും ഡിഫറെന്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദി റീഡിംഗ് ഓഫ് ദി സ്പ്രിംഗ് ബാലൻസ് ഇൻ ഫിഗർ 4, 5? അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് മുങ്ങുന്നത് കൂടുന്നതിനനുസരിച്ച് ഫുൾ ആയിട്ടുള്ള വോളിയം ഇമേഴ്സ് ആവുന്നതിനനുസരിച്ചിട്ട് ആ 40 ന്യൂട്ടൺ 30 ന്യൂട്ടൺ ആയി. അപ്പൊ ഇത് ഫുൾ ആയിട്ട് ഇമേഴ്സ് ആകുമ്പോൾ നമുക്കറിയാം ഏകദേശം അത് 0 ആയിട്ടുണ്ടാവും അല്ലെ? 0 ആയിട്ടുണ്ടാവും. കാരണം എന്താ മക്കളെ, അവിടെ ഫുൾ വോളിയമാണ് അതിനെ ഡിപ്പ് ചെയ്തിട്ടുള്ളത് അല്ലെ? അപ്പം അതിന്റെ ബോയിൻ ഫോഴ്സും എന്തായിരിക്കും? കുറഞ്ഞു വരും. മനസ്സിലായല്ലോ? ഈ ഒരു സമയത്ത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് സ്പ്രിംഗ് ബാലൻസുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് ഫുള്ളായി പോയി. അതായത് ഇപ്പം അതിനെ ഫുള്ളായിട്ടും ആ ഒരു ഒബ്ജക്റ്റിനെ താങ്ങി നിർത്തുന്ന ആരാണ്? ലിക്വിഡ് ആണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? 0 റീഡിങ് കാണിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ മക്കളെ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ്. ലാസ്റ്റ് ഒരു ചെറിയൊരു പ്രോബ്ലം കൂടി ഉണ്ട്. ഒബ്ജക്ട് weighing 800 Newton in air floats on water. What is the weight in water? What is the weight of the displaced water? അപ്പൊ മക്കളെ, ക്വസ്റ്റ്യനിൽ 800 ന്യൂട്ടൺ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അത് വാട്ടറിൽ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് കാര്യം കണ്ടുപിടിക്കണം. ഒന്ന് വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റും രണ്ടാമത്തത് വെയിറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ. വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ബോയിൻ ഫോഴ്സിന് ഈക്വൽ ആണ്, അത് ഈക്വൽ ടു ഡിസ്പ്ലേസ്ഡ് വാട്ടർ ആണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം ബോയിൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്ലോട്ട് ചെയ്യുന്നതിന്റെ ബോയിൻ ഫോഴ്സ് എന്താണ്? ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റിന്റെ കേസിൽ വെയിറ്റ് എന്ന് പറയുന്നത് 0 ന്യൂട്ടൺ ആയിരിക്കും. അപ്പം വെയിറ്റ് ഇൻ വാട്ടർ എന്ന് പറയുന്നത് എന്താ മക്കളെ? വരും 0 ന്യൂട്ടൺ ആണ്, അതിൽ ഡൗട്ട് ഒന്നുമില്ല. ഇനി ഡിസ്പ്ലേസ്ഡ് വാട്ടർ എത്രയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എത്രയാണ്? 800 ന്യൂട്ടൺ ആണല്ലോ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഡിസ്പ്ലേസ്ഡ് വാട്ടർ എത്രയായിരിക്കും മക്കളെ? 800 ന്യൂട്ടൺ ആണ്. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇതിപ്പം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം.